നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലോ അല്ലെങ്കിൽ കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലോ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലും അതേപോലെ കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഗസ്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 30/11/2024. ലാസ്റ്റ് ഡേറ്റായി കൊടുത്തിരിക്കുന്നത് 1/1/2025. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 427/2024. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള പോലീസ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വേക്കൻസികൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതകളുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് അതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പർ ഏജ് ലിമിറ്റായി കൊടുത്തിരിക്കുന്നത് 31 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ വരുന്നവർക്ക് 31 വയസ്സ് വരെ അപേക്ഷിക്കുകയും അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് 33 വയസ്സ് വരെ അപേക്ഷിക്കുകയും എക്സ് സർവീസ് മാന് 41 വയസ്സ് വരെയും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൽ പറയാത്ത അതർ അപ്ലിക്കൻറ്റിന് ഇതിൽ പറയാത്ത അതർ ഏജ് ലിമിറ്റുള്ളവർക്കൊന്നും ഈ ആപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ ആദ്യമായി വരുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ, അതായത് +2 പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, അതേപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതേപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തസ്തികയ്ക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളോ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിളോ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെയോ പ്രാക്ടിക്കൽ ടെസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാ സമയത്തും PSC വിളിക്കുന്ന എല്ലാ സമയങ്ങളിലും വാലിഡായി ഇരിക്കണമെന്ന് നിർബന്ധമായും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ തസ്തികയ്ക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ താഴെ പറയുന്ന അളവുകൾ മിനിമം എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങളുടെ ഹൈറ്റാണ്. നിങ്ങൾക്ക് മിനിമം 168 സെൻറ്റിമീറ്ററും ആൻഡ് 150
സെൻറ്റിമീറ്റർ ഹൈറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് 168 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററും ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ റൗണ്ട് മെഷർമെൻ്റ് ആണ്. 81 സെൻറ്റിമീറ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം 5 സെൻറ്റിമീറ്ററെങ്കിലും എക്സ്പാൻഡും ആകേണ്ടതാണ്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഇത് ആവശ്യം വരുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈറ്റും അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷനും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് 161 സെൻറ്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 161 സെൻറ്റിമീറ്ററും 76 സെൻറ്റിമീറ്ററും 161 സെൻറ്റിമീറ്റർ ഹൈറ്റും 76 സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് ഉണ്ടായിരുന്നാൽ മതിയാവുന്നതായിരിക്കും. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എന്തായാലും ഉണ്ടായിരിക്കണം. അതേ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഹൈറ്റ് 151 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതിയാവുന്നതായിരിക്കും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തികയ്ക്ക് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഫിസിക്കൽ ഡിഫക്റ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാനായി ഫ്ലാറ്റ് ഫുട്ട്, അതേപോലെ പറയുന്ന ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഫിസിക്കൽ ഡിഫക്റ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാനും പാടുന്നതല്ല. അതേപോലെ അടുത്തതായി കൊടുത്തിരിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചയാണ്. 2 കണ്ണുകൾക്കും, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ണിൻ്റെ കാഴ്ച മിനിമം എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡിസ്റ്റൻസ് വിഷൻ 6/6 റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഉണ്ടായിരിക്കണം. അതേപോലെ കണ്ണിൻ്റെ കാഴ്ച ഫുൾ ഫീൽഡ് വിഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, കണ്ണുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാവാനും പാടുന്നതല്ല. അതേപോലെ ഈ തസ്തികയ്ക്ക് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ സമയത്തോ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തോ നിങ്ങളുടെ ഒറിജിനൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും. ഈ നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഉള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ തസ്തികയ്ക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 8 ഐറ്റംസ് ആണ് ഉണ്ടാവുക. അതിൽ 5 ഐറ്റം നിർബന്ധമായി പാസ്സായിരിക്കേണ്ടതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 7 ഐറ്റംസ് ആണ് ഉണ്ടാവുക. അതിൽ 5 ഐറ്റം നിർബന്ധമായും പാസ്സാവേണ്ടതാണ്. ഇതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അതിൽ 100 മീറ്റർ ഓട്ടം 15 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമതായി വരുന്നത് ഹൈ ജമ്പാണ്. 120 സെൻറ്റിമീറ്റർ ഉയരം ചാടേണ്ടതാണ്. മൂന്നാമതായി വരുന്നത് ലോങ് ജമ്പാണ്. നിങ്ങൾ കടക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 350 സെൻറ്റിമീറ്റർ ആണ്. നാലാമതായി വരുന്നത് പുട്ടിംഗ് ദി ഷോട്ടാണ്. അതും 7264 ഗ്രാമിൻ്റേതാണ്. നിങ്ങൾ കടക്കേണ്ട ദൂരമെന്ന് പറയുന്നത് 600 സെൻറ്റിമീറ്റർ ദൂരം ഷോർട്ട് പുട്ട് കടക്കേണ്ടതാണ്. അഞ്ചാമതായി വരുന്നത് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളാണ്. 5000 സെൻറ്റിമീറ്റർ ദൂരം കടക്കേണ്ടതാണ്. ആറാമതായി വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ കടക്കേണ്ട ഉയരം എന്ന് പറയുന്നത് 365.8 സെൻറ്റിമീറ്റർ കടക്കേണ്ടതാണ്. ഏഴാമതായി വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് എന്ന് പറയും, 8 പ്രാവശ്യം. എട്ടാമതായി വരുന്നത് 1500 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഈ 8 ഐറ്റമിൽ നിങ്ങൾ നിർബന്ധമായും മെയിൽ കാൻഡിഡേറ്റ്സ് 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകാനായി പറ്റുകയുള്ളൂ. രണ്ടാമതായി വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അതിൽ ടോട്ടൽ 7 ഐറ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമതായി വരുന്നത് ഹൈ ജമ്പാണ്. നിങ്ങൾ കടക്കേണ്ട ഉയരം എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ. മൂന്നാമതായി വരുന്നത് ലോങ് ജമ്പാണ്. നിങ്ങൾ കടക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 250 സെൻറ്റിമീറ്റർ. നാലാമതായി വരുന്നത് ഷോർട്ട് പുട്ടാണ്. അതും 4 കിലോഗ്രാമിൻ്റെ. അത് കടക്കേണ്ട ദൂരമെന്ന് പറയുന്നത് 450 സെൻറ്റിമീറ്റർ. അഞ്ചാമതായി വരുന്നത് ത്രോയിങ് ദി ത്രോ ബോളാണ്. അത് 14 മീറ്റർ ദൂരം കടക്കേണ്ടതാണ്. ആറാമതായി വരുന്നത് ഷട്ടിൽ റൈസ് 25x4 മീറ്റർ 26 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഏഴാമതായി വരുന്നത് സ്കിപ്പിംഗ് ആണ്. അതും 1 മിനിറ്റാണ്. അതിൽ 80 പ്രാവശ്യം നിങ്ങൾ സ്കിപ്പിംഗ് ചെയ്തിരിക്കേണ്ടതാണ്.
ഇതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന 7 ഐറ്റംസ്. അതിൽ നിങ്ങൾ 5 ഐറ്റംസ് നിർബന്ധമായും പാസ്സായിരിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തസ്തികയ്ക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഫിസിക്കൽ മെഷർമെൻറ്റിൽ നിങ്ങൾ പാസ്സായവർക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് കടക്കാനായി പറ്റുകയുള്ളൂ. അതേപോലെ ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ സമയത്തോ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ മറ്റൊരു ചാൻസ് ലഭിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളും അപ്ലിക്കേഷൻ അയക്കേണ്ടതും നിങ്ങൾ www.keralapsc.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറി ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഈ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2025 ഈ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.